പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിൻ മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ.
നിത്യതേ നിന്നെ പുൽകാൻ, നിത്യതേ നിന്നെ പുൽകാൻ, നശ്വരത കൈവെടിയാൻ ഞാൻ പോയിടുന്നു എൻ്റെ ദൈവത്തിൻ്റെ തിരുകൈകളിൽ മുത്തമിടാൻ. ഞാൻ പോയിടുന്നു എൻ്റെ ദൈവത്തിൻ്റെ തിരുകൈകളിൽ മുത്തമിടാൻ. നിത്യതേ നിന്നെ പുൽകാൻ. ഈ ഭൂമിയും ഈ ബന്ധങ്ങളും ക്ഷണഭംഗുരമല്ലോ. ഈ ഭൂമിയും ഈ ബന്ധങ്ങളും ക്ഷണഭംഗുരമല്ലോ. ശാശ്വതമായതൊന്നു മാത്രം, അതു ദൈവത്തിൻ നിത്യരാജ്യം. ശാശ്വതമായതൊന്നു മാത്രം, അതു ദൈവത്തിൻ നിത്യരാജ്യം. നിത്യതേ നിന്നെ പുൽകാൻ, നശ്വരത കൈവെടിയാൻ ഞാൻ പോയിടുന്നു എൻ്റെ ദൈവത്തിൻ്റെ തിരുകൈകളിൽ മുത്തമിടാൻ. നിത്യതേ നിന്നെ പുൽകാൻ. എൻ്റെ ദേഹവും എൻ്റെ സമ്പാദ്യവും എന്നെ വിട്ടകലുന്ന നേരം, എൻ്റെ ദേഹവും എൻ്റെ സമ്പാദ്യവും എന്നെ വിട്ടകലുന്ന നേരം, എന്നെ കാത്തിരിക്കും എൻ്റെ ദൈവമെന്നും സ്വർഗരാജ്യത്തിൽ ഉടനെ തന്നെ കോട്ടയം അതിരൂപത സഹായ മെത്രാൻ അഭിവന്യ ഗീവർഗീസ് മാർ എഫ്രേം തിരുമേനി,
ജോർജ് അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി അന്ത്യോക്യൻ റീത്തിൽ ഉള്ള പ്രാർത്ഥന, ഒപ്പീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ സമർപ്പിച്ച് ചൊല്ലുകയാണ്. തിരുമേനിയെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. പ്രിയ വികാരി ഇറാത്ത് ജോസഫ് അച്ഛ, ബഹുമാനപ്പെട്ട ആദോപ്പള്ളിൽ തോമസ് അച്ഛ, മറ്റേ പ്രിയ വൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഇടയിൽ നിന്നും കോട്ടയം അതിരൂപതയിൽ നിന്നും കർത്തൃസന്നിധിയിലേക്ക് നമ്മുടെ സീനിയർ വൈദികരിലൊരാളായ മണ്ടന്നൂർ ജോർജ് അച്ഛൻ കടന്ന് പോയിരിക്കുകയാണ്. അജപാലന ശുശ്രൂഷയിൽ ദീർഘനാളത്തെ അനുഭവ സമ്പത്ത് ജോർജ് അച്ഛനുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ നാളുകളിലൊക്കെയും വിശ്രമ ജീവിതം നയിച്ച് വരികയുമായിരുന്നു. അച്ഛൻ ധാരാളമായ ഇടവകകളിൽ വികാരിയായിരുന്നിട്ടുണ്ട്. ലങ്കരയിലെ പുനലൂർ ഇടവകയിലും അച്ഛൻ വികാരിയായിരുന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുന്നു. ഞാൻ അനുശോചനം ദുഃഖത്തിലായിരിക്കുന്ന, വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. സഹോദരൻ ശ്രീ തോമസ്, സഹോദരിമാരായ അന്നക്കുട്ടി, മറിയക്കുട്ടി, ആലീസ്, ഇവർക്കെല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ട് അനുശോചനം അറിയിക്കുന്നു. അച്ഛനിലൂടെ അതിരൂപതയ്ക്കും രൂപതയിലെ ഇടവകകൾക്കും ദൈവജനത്തിനും ലഭിച്ചതായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. അവസാനം വരെയും ആരോഗ്യവാനായിരിക്കുവാൻ ദൈവം വലിയ കൃപ അച്ഛന് നൽകി. ദീർഘായുസ്സോടെ നമ്മുടെ ഇടയിൽ അച്ഛന് ജീവിക്കുവാനായിട്ട് കർത്താവ് അനുവദിച്ചു. അച്ഛനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന കാര്യത്തിൽ അച്ഛൻ വളരെ പ്രത്യേകമായിട്ടുള്ള കഴിവ് തന്നെ കാണിച്ചിരുന്നു. കാരണം അച്ഛൻ എപ്പോഴും സന്തോഷവാനായിരുന്നു. പുഞ്ചിരിക്കുന്ന മുഖവുമായി മാത്രമേ അച്ഛനെ എപ്പോഴും നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിരുന്നുള്ളൂ. അച്ഛൻ്റെ സംഭാഷണങ്ങളിൽ നർമ്മം തുളുമ്പിയിരുന്നത് നമുക്കറിയാം. അച്ഛനെല്ലാവരോടും വളരെ സൗഹാർദ്ദപൂർവമാണ് സംസാരിച്ചിരുന്നത്, കാരുണ്യപൂർവമാണ് പെരുമാറിയിരുന്നത്. റിട്ടയർ ചെയ്ത കാലങ്ങളിലൊക്കെയും സഹവൈദികരെ അവരുടെ അജപാലന ശുശ്രൂഷയിൽ തൻ്റെ ആരോഗ്യവുമൊക്കെ കണക്കാക്കിക്കൊണ്ട് തന്നെ അച്ഛൻ സർവദാ സഹായിക്കുവാൻ സന്നദ്ധനായിരുന്നു എന്നുള്ള കാര്യവും ഇപ്പോൾ അനുസ്മരിക്കുകയാണ്. നന്മ ചെയ്യുന്നതിൽ ഒരു ശ്രീഹ പറയുന്നത് പോലെ ഒരിക്കലും മടുപ്പ് കാണിക്കാത്ത ജീവിതമായിരുന്നു ഉത്സാഹിയായ അച്ഛൻ്റെ ജീവിതം. അച്ഛനെ നമുക്ക് കൃതജ്ഞതാപൂർവം ദൈവസന്നിധിയിൽ ഓർമ്മിക്കുന്നതോടൊപ്പം നമ്മുടെ കുർബാനകളിലും പ്രാർത്ഥനകളിലും നമുക്ക് അച്ഛനെ ഓർമ്മിക്കുകയും അച്ഛന് ഒരു പ്രാർത്ഥിക്കുകയും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിചാരിയ മനോഹര ക്രമത്തിൽ നമ്മൾ ഒപ്പീസ് ഇവിടെ നടത്തുകയാണ്. വംശത്തിന്റെ നിലനിർവാഹിക്കുന്നതിനുമായ
ദൈവപുത്രനായ തമ്പുരാനെ, സത്യവിശ്വാസപൂർവം നിന്നിലുള്ള പ്രത്യാശയിൽ നിർവാഹിച്ച് നിന്റെ സ്വകീയ വാഗ്ദാനങ്ങൾക്കായി നോക്കി പ്രാർത്ഥിക്കുന്ന നിന്റെ ആരാധകരായ എല്ലാവരെയും പ്രത്യേകിച്ച് ദാസനെയും കരുണയോടെ ആശ്വസിപ്പിക്കണമേ. ചത്തും നീതിയറിഞ്ഞാചാര്യന്മാരും മഹിമേന്മയവാന്മാരോ അഭിഷിക്തമുഖം തിരിപ്പിക്കല്ലേ ദാസൻ
അതുല്യമായ ലംഘനങ്ങളാൽ ഈ പുരോഹിതൻ പ്രചോദനാകുകയും മാലാഖമാർക്കും പുരോഹിതന്മാർക്കും നിയോഗിച്ച രമ്യധർമ്മങ്ങളിൽ കാണപ്പെടുകയും ചെയ്യണമേ. ഈ ആചാര്യ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി നിന്റെ വിശുദ്ധന്മാരുടെ കൂടെയുള്ള പരമാനന്ദം നൽകണമേ. തിരുസന്നിധിയിൽ അർപ്പിച്ചിട്ടുള്ള ബലികൾ മൂലം ഈ ആചാര്യൻ ധന്യനായി തീരണമേ. യഥാർത്ഥ ആചാര്യൻ പ്രധാനാചാര്യനായ ഋഷികാരെ ഈ ആചാര്യൻ പ്രാപിച്ച ഫലങ്ങൾ പരീക്ഷയോടുകൂടെ നിന്നെ ഏൽപ്പിച്ചുകൊണ്ട് മാലാഖമാരുടെയും മനുഷ്യരുടെയും സമൂഹത്തിന് അർഹനായി തീരണമേ. സകല ദുഃഖങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും ഈ ദാസനെ രക്ഷിക്കണമേ. നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട മഹത്വത്തായ ആചാരനെ മഹിമപ്പെടുത്തണമേ. അപ്പസ്തോലഗണത്തിന്റെ തലവനായ പത്രോസിനോടൊന്നിച്ച് ഈ ആചാര്യൻ ഹല്ലേലൂയ പാടി കീർത്തിക്കുകയും പിടിയുടെ പുത്രനായ യോഹന്നാനോടുകൂടെ ഉച്ചത്തിൽ സ്തുതി ഘോഷിക്കുകയും സ്ത്രീഹന്മാരോട് ചേർന്ന് മഹത്വം നൽകുകയും ചെയ്യുമാറാകണമേ. ഈ ആചാര്യ സ്വർഗീയ ആചാര്യന്മാരോടൊപ്പം പ്രശോഭിതനായി കാണപ്പെടുകയും പുരോഹിത വസ്ത്രധാരണാവുകയും ചെയ്യണമേ. ഈ ജീവിതത്തിൽ നിന്നുള്ള യാത്രയിൽ ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഈ ആചാരനെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തിരുവിതമനുഷ്ഠിക്കുന്നവർക്ക് നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആശ്വാസം നിന്റെയും വാഴ്ത്തപ്പെട്ടവനും ഭാഗ്യവാനുമായ നിന്റെ പിതാവിന്റെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെയും പ്രബോധനം ഞങ്ങൾക്കും ഈ ശുശ്രൂഷകരും നൽകണമേ. ഞങ്ങൾ നിനക്കായി പോലും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സമർപ്പിക്കും. പരിഹാരവും പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന അങ്ങയുടെ ശ്രേഷ്ഠ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും നീതിപ്പെട്ടവയുമായി തിരുമാറാകണമേ. ആമേൻ.
ജ്യോതിഷവികാരിയായി സേവനമനുഷ്ഠിച്ചിരുന്ന മാലത്തിലെ ഇടവക അസിസ്റ്റന്റ് വികാരി ബഹുമാനപ്പെട്ട ജ്യോതിഷ് കടത്തലച്ചൻ മാലത്തിലെ ഇടവചനത്തോടൊപ്പം ഓഫീസിലേക്ക് പ്രാർത്ഥിക്കുന്നു. 1975 മുതൽ 78 വരെ 3 വർഷക്കാലമാണ് അച്ഛൻ മാലക്കൽ ശുശ്രൂഷ ചെയ്തത്. അച്ഛനോട് ദൈവം നൽകിയ വലിയ അനുഗ്രഹങ്ങളോട് നന്ദി പറയുന്നതോടൊപ്പം ഇടവക സമൂഹത്തോടും വികാരിയും ദൈവം ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരയുന്നവർന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ മൊഴി ചൊല്ലി നിത്യത തേടി പോകുന്നു ഞാൻ. പ്രാർത്ഥിക്കണമേ എൻ പ്രിയരേ. യാത്ര മൊഴി ചൊല്ലി നിത്യത തേടി പോകുന്നു ഞാൻ. പ്രാർത്ഥിക്കണമേ എൻ പ്രിയരേ. മിഴി നിറയരുതേ, മൊഴി പതറരുതേ. മിഴി നിറയരുതേ, മൊഴി പതറരുതേ. താതൻ വിളി കേട്ടു പോകുന്നു ഞാൻ. യാത്ര മൊഴി ചൊല്ലി നിത്യത തേടി പോകുന്നു ഞാൻ. പ്രാർത്ഥിക്കണമേ എൻ പ്രിയരേ. ഇന്നു ഞാൻ നാളെ നീ വന്നെത്തും. സ്വർഗത്തിൽ സുഹൃതമാം നിക്ഷേപം സമ്പാദിക്കണം. ഇന്നു ഞാൻ നാളെ നീ വന്നെത്തും. സ്വർഗത്തിൽ സുഹൃതമാം നിക്ഷേപം സമ്പാദിക്കണം. ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ തിരികെ വരില്ല ഞാൻ ഈ വഴിയേ. ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ തിരികെ വരില്ല ഞാൻ ഈ വഴിയേ. സ്വർഗീയ സൗഭാഗ്യ തീരത്തണയുവാൻ സ്വർഗം തീർക്കണമീ ധരയിൽ. സ്വർഗീയ സൗഭാഗ്യ തീരത്തണയുവാൻ സ്വർഗം തീർക്കണമീ ധരയിൽ. സ്വപ്നങ്ങളെ സ്വപ്നങ്ങളെ തിരുമുഖം പുൽകുവാൻ പോകുന്നു ഞാൻ. ഇന്നു ഞാൻ നാളെ നീ വന്നെത്തും.
സ്വർഗത്തിൽ സുഹൃതമാം നിക്ഷേപം സമ്പാദിക്കണം. ഇന്നു ഞാൻ നാളെ നീ വന്നെത്തും സ്വർഗത്തിൽ സുഹൃതമാം നിക്ഷേപം സമ്പാദിക്കണം. മാലാഖമാരും വാനവൃന്ദങ്ങളും എന്നെ നയിക്കുന്ന നാട്ടിലേക്കായി. മാലാഖമാരും വാനവൃന്ദങ്ങളും എന്നെ നയിക്കുന്ന നാട്ടിലേക്കായി. ദൈവമേ, അങ്ങിൽ ഒന്നായി ചേരുവാൻ പ്രത്യാശയോടിതാ ഞാൻ വരുന്നു. ദൈവമേ, അങ്ങിൽ ഒന്നായി ചേരുവാൻ പ്രത്യാശയോടിതാ ഞാൻ വരുന്നു. സോദരരേ, സ്നേഹിതരേ, തിരുമുഖം പുൽകുവാൻ പോകുന്നു ഞാൻ. യാത്ര മൊഴി ചൊല്ലി നിത്യത തേടിപ്പോകുന്നു ഞാൻ. പ്രാർത്ഥിക്കണമേ എൻ പ്രിയരേ. ഇന്നു ഞാൻ നാളെ നീ വന്നെത്തും സ്വർഗത്തിൽ സുഹൃതമാം നിക്ഷേപം സമ്പാദിക്കണം. ഇന്നു ഞാൻ നാളെ നീ വന്നെത്തും സ്വർഗത്തിൽ സുഹൃതമാം നിക്ഷേപം സമ്പാദിക്കണം. നിക്ഷേപം സമ്പാദിക്കണം. നിക്ഷേപം സമ്പാദിക്കണം. പ്രിയരേ, നിങ്ങൾ കരയല്ലേ, എന്നെ ഓർത്തിനിയൊരു നാളും. പ്രിയരേ, നിങ്ങൾ കരയല്ലേ, എന്നെ ഓർത്തിനിയൊരു നാളും. അല്ലൽ തെല്ലുമില്ലാത്ത ലോകത്തല്ലേ ഞാനിപ്പോൾ. അല്ലൽ തെല്ലുമില്ലാത്ത ലോകത്തല്ലേ ഞാനിപ്പോൾ. പ്രിയരേ, നിങ്ങൾ കരയല്ലേ, എന്നെ ഓർത്തിനിയൊരു നാളും. സ്വർഗപിതാവിൻ ഭവനത്തിൽ മിശിഹാനാഥൻ പാർശ്വത്തിൽ മരിയാംബിക തൻ ചാരത്ത് വാസമിതെന്തൊരു സന്തോഷം. സ്വർഗപിതാവിൻ ഭവനത്തിൽ മിശിഹാനാഥൻ പാർശ്വത്തിൽ മരിയാംബിക തൻ ചാരത്ത് വാസമിതെന്തൊരു സന്തോഷം. പ്രിയരേ, നിങ്ങൾ കരയല്ലേ, എന്നെ ഓർത്തിനിയൊരു നാളും.
കേൾക്കുകയെന്തോരാനന്ദം. പ്രിയരേ നിങ്ങൾ കരയല്ലേ, എന്നെ ഓർത്തിനിയൊരു നാളും. പ്രിയരേ നിങ്ങൾ കരയല്ലേ, എന്നെ ഓർത്തിനിയൊരു നാളും. അല്ലൽ തെല്ലുമില്ലാത്ത ലോകത്തല്ലേ ഞാനിപ്പോ, അല്ലൽ തെല്ലുമില്ലാത്ത ലോകത്തല്ലേ ഞാനിപ്പോ. പ്രിയരേ നിങ്ങൾ കരയല്ലേ, എന്നെ ഓർത്തിനിയൊരു നാളും. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമുടെ ദാസൻ ചെയ്യും കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയല്ലാഥ നോഹപരാഹം മഹിതാശയത്തൻ അതിപാവനമാ
സ്നേഹരുമൊരു വിനയാനിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാ ബലിപോൽ നാഥാ കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയില്ലാതാ യാത്രയാകുന്നു ഞാനിതാ, മണ്ണിൽ വാസം തീരുന്നു ഇന്നിതാ. മാപ്പു നൽകണി എൻ പിഴകൾക്ക്, ഓർക്കണി പ്രാർത്ഥനയതിൽ, ഓർക്കണി പ്രാർത്ഥനയതിൽ. സ്നേഹിതർ തോഴരെ, നിങ്ങൾ സങ്കടമെന്നെ വാഴുക. നഗ്നനായി വന്നു നേടിയതെല്ലാം വിട്ടു നഗ്നനായി പോകുന്നു. നഗ്നനായി വന്നു നേടിയതെല്ലാം വിട്ടു നഗ്നനായി പോകുന്നു. ആരുമില്ലിനി കൂട്ടിന എന്റെ യാത്രയിൽ നീ ഏകന. സ്വർഗസിയോനിൽ ചെന്നു ചേർന്നിടും, കാണും ഞാനവൻ പൊന്മുഖം. സ്വർഗസിയോനിൽ ചെന്നു ചേർന്നിടും, കാണും ഞാനവൻ പൊന്മുഖം. ആറടി മണ്ണിൽ ആഴ്ന്നു പോ
വന്നു പോകുന്നു നീങ്ങിക്കേഴുമ്പോൾ ഞാനെൻ യാത്ര തുടങ്ങുന്നു. വന്നു പോകുന്നു നീങ്ങിക്കേഴുമ്പോൾ ഞാനെൻ യാത്ര തുടങ്ങുന്നു. അന്ത്യചുംബനമേകിയോരെല്ലാം ശാന്തമായി പിരിയുന്നു. ആരുമാരുമെൻ കൂട്ടിനില്ലാതെ ഏകനായി ഞാനുറങ്ങുന്നു. ആരുമാരുമെൻ കൂട്ടിനില്ലാതെ ഏകനായി ഞാനുറങ്ങുന്നു. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, എൻ ശബ്ദം കേൾക്കേണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. ആത്മാവിൻ പ്രത്യാശ നിൻമൊഴിയും ഇരവാകെ കാവൽക്കാർ ജാഗ്രതയിൽ പുലരിയെ പാർത്തിരിക്കുന്നതുപോൽ വിശ്വം വെടിഞ്ഞോർക്കൻ ദൈവമേ, നീ ശാശ്വത വിശ്രാന്തി നൽകിടേണേ. നിത്യമാം ശിക്ഷാവിധിയിൽ നിന്നും മൃത്യുവരിച്ചോരെ മോചിക്കണേ. കർത്താവേ, എൻ ശബ്ദം കേൾക്കേണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ.
പ്രതിഫലവുമായി വിളിച്ചിടാമേതു സമയവും. മുന്തിരിത്തോപ്പിലെ ജോലികൾ തീർന്നു മടങ്ങുവാൻ നിങ്ങളൊരുങ്ങിയോ? യജമാനൻ പ്രതിഫലവുമായി വിളിച്ചിടാമേതു സമയവും. വിശ്രമമെന്തെന്നറിയാതെ വേല ചെയ്തവരുണ്ടാകാം. വിശ്രമിക്കാം, വേല നാളെയാകാം എന്നു പറഞ്ഞവരുണ്ടാകാം. കടമകൾ കടമാക്കുവാൻ ഇടവരുത്തരുതേ. കടമകൾ കടമാക്കുവാൻ ഇടവരുത്തരുതേ. മുന്തിരിത്തോപ്പിലെ ജോലികൾ തീർന്നു മടങ്ങുവാൻ നിങ്ങളൊരുങ്ങിയോ? യജമാനൻ പ്രതിഫലവുമായി വിളിച്ചിടാമേതു സമയവും. കർമ്മം ചെയ്യുക സമ്മാനം അർഹത പോലവനേകിടും. ഹൃദയവയലിൽ പാപത്തിൻ കളകളുണ്ടായിടരുതേ. അവൻ വിളിക്കുമ്പോൾ പോകണം, ഒരുക്കമുണ്ടായിടണം. അവൻ വിളിക്കുമ്പോൾ പോകണം, ഒരുക്കമുണ്ടായിടണം. മുന്തിരിത്തോപ്പിലെ ജോലികൾ തീർന്നു മടങ്ങുവാൻ നിങ്ങളൊരുങ്ങിയോ? യജമാനൻ പ്രതിഫലവുമായി വിളിച്ചിടാമേതു സമയവും. മുന്തിരിത്തോപ്പിലെ ജോലികൾ തീർന്നു മടങ്ങുവാൻ നിങ്ങളൊരുങ്ങിയോ? യജമാനൻ പ്രതിഫലവുമായി വിളിച്ച വ്യക്തിയായിരുന്നു ജോർജ് അച്ഛൻ. പെരുനിലത്തിൽ കോര ചാക്കോയുടെയും വണ്ടന്നൂർ കുഞ്ഞേലിയുടെയും മൂത്ത മകനായി 1935 ജൂലൈ 23 പുതുവേലിയിൽ ജനിച്ചു. നിര്യാതനായ അബ്രാഹം, അന്നക്കുട്ടി ചാക്കോ പാറടിയിൽ, പരേതയായ മറിയക്കുട്ടി ശ്രീയേക് വാക്കാട്ടയിൽ, തറവാട്ടിൽ താമസിക്കുന്ന തോമാച്ചൻ, ആലി സൈമൺ തള്ളത്തുകുന്നേൽ മാലക്കല്ല് എന്നിവർ സഹോദരങ്ങളാണ്. പുതുവേലി ഗവൺമെൻറ് സ്കൂളിലെ ആദ്യത്തെ ബാച്ചുകാരനായ ജോർജ് അച്ഛൻ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അവിടെ പൂർത്തിയാക്കി. തുടർന്ന് UP ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഉഴവൂർ ഹൈസ്കൂളിൽ പൂർത്തിയാക്കി.
തന്നെ ദൈവം പുരോഹിത വിളിയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം SH മൗണ്ടിലുള്ള രൂപത മൈനർ സെമിനാരിയിൽ ചേരുകയും തുടർന്ന് ആലുവ, കർമ്മൽഗിരി, മംഗലപ്പുഴ മേജർ സെമിനാരികളിൽ നിന്ന് തത്വശാസ്ത്രം, ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി പുരോഹിതപട്ടം സ്വീകരിക്കുവാനുള്ള യോഗ്യത നേടി. 1962 മാർച്ച് 12 കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രലിൽ നിന്ന് അഭിവന്യ തറയിൽ പിതാവിൽ നിന്നും ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചു. 13 സ്വന്തം ഇടവകയായ പുതുവേലി പള്ളിയിൽ നാട്ടിലെ പൊതുസമൂഹത്തിൻ്റെ പ്രാർത്ഥനാശംസകളോട് ചേർന്ന് തൻ്റെ ആദ്യ ബലിയർപ്പിച്ച് ഈ നാടിനു വേണ്ടി പ്രാർത്ഥിച്ചു. ശുശ്രൂഷ മേഖലകൾ മാങ്കിടപ്പള്ളി, പുനലൂർ, മ്രാല, ഇടക്കോലി, മാലക്കല്ല്, ഇരവിമംഗലം, വെളിയനാട്, ചേർപ്പുങ്കൽ, മാറിടം, അമനകര, താമരക്കാട്, പാച്ചിറ, മോനിപ്പള്ളി, കണ്ണങ്കര, കരിപ്പാടം, പൂഴിക്കോൽ, പയസ് മൗണ്ട് ഈ 16 ഇടവകകളിൽ വികാരിയായി ശുശ്രൂഷ ചെയ്തതിന് ശേഷം ബിയാനിഹോമിൽ വിശ്രമ ജീവിതം നയിച്ചിരുന്ന അവസരങ്ങളിൽ രൂപതയിലെ ആവശ്യപ്പെടുന്ന എല്ലാ ഇടവകകളിലും സന്തോഷപൂർവം തൻ്റെ സേവനം നൽകുകയും ചെയ്തു. എല്ലാ സ്ഥാപനങ്ങളിലും സ്ഥലങ്ങളിലും തൻ്റെ സ്വതസിദ്ധമായ സ്നേഹം ഒരു സുവിശേഷമായി എല്ലാവർക്കും പങ്കുവെച്ച് നൽകി. ബിയാനിഹോമിൽ എല്ലാവരെയും സ്നേഹിച്ചു. ഊർജ്ജസ്വലനായിരുന്നു. ഏതാണ്ട് 2 മാസം മുമ്പ് ആരോഗ്യം ക്ഷയിച്ച് കിടപ്പിലായി. 2 ആഴ്ച മുമ്പ് സ്വന്തം ആവശ്യപ്രകാരം സന്തോഷത്തോടെ അഭിവന്യ മൂലക്കാട്ട് പിതാവിൽ നിന്നും രോഗീലേപനം സ്വീകരിച്ചു. 2024 ജൂലൈ 23 89 വയസ്സ് പൂർത്തിയാക്കി നവതിയിലേക്ക് പ്രവേശിച്ചു. 2024 ഓഗസ്റ്റ് 7 ബുധനാഴ്ച സന്ധ്യയോടുകൂടി തൻ്റെ പുരോഹിത ധർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി ദൈവഭവനത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തിൻ്റെ പൂർവ്വപിതാക്കന്മാരോട് ചേർക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതുവേലി ഇടവകയെയും ഇവിടുത്തെ പൊതുസമൂഹത്തെയും അനന്യമായി സ്നേഹിച്ച ഈ വൈദികൻ അങ്ങേക്ക് ഇടവക സമൂഹത്തിൻ്റെയും പുതുവേലി സമൂഹത്തിൻ്റെയും പേരിലുള്ള ആത്മാർത്ഥമായ യാത്ര മംഗളങ്ങൾ നേരുന്നു. അച്ഛൻ്റെ ആത്മാവ് ദൈവത്തിൽ വിജയം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു. ഡിയർ ഫാദർ ജോർജ്, യു ആർ വിത്ത് ഗോഡ്. എല്ലാവർക്കും നന്ദി. അഭിവന്യ 3 പിതാക്കന്മാരെയും ബഹുമാനപ്പെട്ട VG മൈക്കിളച്ചനെയും ഇടവക അംഗമായ ബേബി പെരുനിലത്തിലച്ഛനെയും അന്ത്യ കർമ്മ ശുശ്രൂഷകൾക്കായി സ്വാഗതം ചെയ്യുന്നു. സർവശക്തനായ ദൈവമേ, മരണത്തെ പരാജയപ്പെടുത്തി അതിൻ്റെ നിർഭയാകരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ജീവിതകാലത്ത് അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുകയും മരണസമയത്ത് അങ്ങേ ആശ്രയിക്കുകയും ചെയ്ത ഈ ദാസനെ പർദീസായിലേക്ക് പ്രവേശിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനിക്ക് അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ അപേക്ഷ അങ്ങേ പക്കലേക്കട്ടെ. ജീവിതം പുക പോലെ മാഞ്ഞു പോകുന്നു. എന്റെ അസ്ഥികൾ വെണ്ണീര് പോലെ വെളുത്തു. വേദനയുടെ ആധിക്യ നിമിത്തം മാംസം അസ്ഥിയോട് ഒട്ടിച്ചേർന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും
മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. രക്ഷാകർത്താവിക്കുന്ന പാപികൾക്ക് മാപ്പ് കൊടുക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സ്നേഹപൂർവ്വം ഞങ്ങളെ സഹായിക്കണമേ. തന്റെ ജോലികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം പരലോകത്തിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്ന ഈ വൈദികനെ വിശുദ്ധന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പരിശുദ്ധാനുഭാവമായ സർവേശ്വരായ എന്നേക്കും. എന്റെ ഹൃദയം ഒരുങ്ങി മുന്തിരിയുടെ നാദം പൊങ്ങി മുഴങ്ങി. യാത്ര പറഞ്ഞ് അകലുന്നു ഞാൻ. വിധിയുടെ വാതിൽ തുറന്നു കഴിഞ്ഞു. ദൈവിക സന്നിധി അണയുന്നു ഞാൻ. ശാന്തിയെനിക്ക് ലഭിച്ചിടുവാനായി പ്രാർത്ഥിക്കണമേ വിനയമോടെ. നൽകും പ്രതിഫലം എത്ര മനോഹരം. നരുടെ കണ്ണത കണ്ടിട്ടില്ല, കാതുകളൊന്നും കേട്ടിട്ടില്ല. നിസ്തുലയുടെ മഹിമേതും മാനവഹൃദയം അറിഞ്ഞിട്ടില്ല. ശിക്ഷകളോ നടന്നു
അങ്ങയുടെ പകലയോടുള്ള ആത്മാവിനെ അന്ധകാരശക്തികളിൽ നിന്നും രക്ഷിക്കണമേ. ഇനി വരവേൽക്കുന്ന സ്വരാജ്യത്തിലേക്ക് ഈ ആത്മാവിനെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര പരിശുദ്ധമായ ഉദാശകളാൽ പരിപോഷിപ്പിക്കപ്പെട്ട ഇയാളിന് പുനരുദ്ധാനം നിത്യജീവനം പ്രദാനം ചെയ്യണമേ. പ്രകാശധാരികളായ പരിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് ഇയാളെയും സ്വീകരിക്കണമേ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര പാപക്കറകളെല്ലാം കഴിയക്കളഞ്ഞ് ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര വൈദികരുടെ മതസംസ്കാര ശുശ്രൂഷയുടെ മൂന്നാം ഭാഗം വിശുദ്ധ കുർബാനയോട് കൂടി ആരംഭിക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് കോട്ടയം അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത അഭിവന്യ മാത്യു മൂലക്കാട്ട് പിതാവാണ്. പിതാവിനോട് ചേർന്ന് ബഹുമാനപ്പെട്ട വണ്ടനൂർ ജോർജിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമായ ഈ ബലിയിൽ നമുക്ക് പങ്കുചേരാം. ഈ സമയം ആളുകൾക്ക് ബഹുമാനപ്പെട്ട ജോർജസിന് അന്തിമോപചാരം അർപ്പിക്കുവാനുള്ള സമയം കൂടിയാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നത്. കർത്താവ്